ഹലോ ഓൾ, വെൽക്കം ടു നിമ്മീസ് വ്ലോഗ്. ഇന്ന് ഞാനിവിടെ ഒരു സ്വീറ്റ് സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളതിന് കാജ റെസിപ്പി എന്ന് പറയും, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ മടക്ക് എന്ന് പറയും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. ഇതാ നമ്മുടെ ഡബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കിയെടുക്കാം. പഞ്ചസാര പാനി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഡോ വെച്ചിട്ട് നമുക്കൊരു 6 ചപ്പാത്തി വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ഇത് ഒരു 6 ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഞാനിവിടെ 5 ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും പരത്തിയെടുക്കാം.
ഇതുപോലെ നമുക്ക് ഇനിയുള്ള 5 ഉരുള കൂടെ ചപ്പാത്തിയാക്കിയിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ 6 ഉരുളയും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇത് ഓരോ പരത്തിയതും നമുക്ക് എടുത്ത് വെക്കണം. ആദ്യമായിട്ട് ഞാനൊരു ചപ്പാത്തി എടുത്ത് വെച്ചു. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ തടവുക. പിന്നീട് അതിന് മുകളിൽ നമുക്ക് കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ അടുത്ത ഒരു ചപ്പാത്തി എടുത്ത് വയ്ക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് ഈ 6 ചപ്പാത്തിയും എടുത്ത് വെക്കണം. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് എടുത്ത് വെക്കണം. അങ്ങനെ നമ്മളിവിടെ ഈ 6 ചപ്പാത്തിയും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. നന്നായിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് ഇത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് വെള്ളം തടവിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഇത് റോൾ നമ്മളിത് അവിടെ ഇത് റോൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ ചെയ്യേണ്ടത് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളായി ഇതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടി വീണ്ടും ഞാൻ ചപ്പാത്തി പരത്തുന്ന നമ്മുടെ വുഡൻ ഇതെടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം.
കണ്ടില്ല, ഇതുപോലെ നമുക്കിതൊന്ന് ചെറുതായിട്ട് എല്ലാ പീസും നമുക്ക് പരത്തിയെടുക്കണം. ഇപ്പോൾ ഇതാ ഈ ചെറിയ പീസൊക്കെ നമ്മളിവിടെ ഒരേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് എണ്ണയിൽ വറുത്തെടുക്കണം. ഇത് വറുത്തെടുക്കാനായിട്ട് ഞാനിതാ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലോണം ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇവിടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ പരത്തി വെച്ചിട്ടുള്ള ഓരോ പീസസും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളൊരു ചെറിയൊരു സ്പൂണോ ഒരു കയ്യിലോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വിടണം. അപ്പോഴാണ് അത് നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും എടുത്തു വയ്ക്കണം.
ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള പരത്തി വെച്ചിട്ടുള്ള പീസസ് കൂടെ ഇതിലിട്ടിട്ട് ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ എല്ലാ പീസസും വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് എടുത്തിരിക്കുന്ന എല്ലാ പീസസും നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിലിട്ട് ഒരു 5 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാജ റെസിപ്പി അല്ലെങ്കിൽ മടക്ക് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻസിലൂടെ അറിയിക്കണം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.